എല്ലാവർക്കും നമസ്കാരം. പഞ്ചഭൂത ശുദ്ധീകരണം എപ്പോഴും ഒരു ആധ്യാത്മിക സത്യത്തിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം നാം ചുവടുവടി എടുക്കുന്നത് പഞ്ചഭൂത ശുദ്ധീകരണത്തിനാണ്. നോക്കൂ, ആധ്യാത്മിക ചുവടെന്ന് പറയുമ്പം ഒരാളുടെ അടിസ്ഥാനത്തെ അന്വേഷിച്ച് ഇറങ്ങുക എന്നുള്ളതാണ്. സൂര്യൻ എല്ലാവർക്കുമായാണ് പ്രകാശിക്കുന്നത്. നാം എല്ലാം വായു എടുക്കുകയും വായുവിനെ നമ്മൾ ഭക്ഷണമാക്കിക്കൊണ്ട് പ്രാണനെ നിലനിർത്തുകയും ചെയ്യുന്നു. ഭൂമിയും ഇതേപോലെ തന്നെ ഒരു പ്രക്രിയയിലൂടെ സൂര്യനിൽ നിന്നും പഞ്ചഭൂതങ്ങളിൽ നിന്നും, വായുവിൽ നിന്നും, ജലത്തിൽ നിന്നും, അഗ്നിയിൽ നിന്നും എല്ലാമാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്. അപ്പം ഇതെല്ലാം ഒന്നിനു വേണ്ടിയാണ് പ്രവൃത്തി. ഇതിനൊന്നും വ്യത്യാസമില്ല. മനുഷ്യ സ്വഭാവങ്ങൾ മാത്രമാണ് വ്യത്യസ്തമായിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ സ്വഭാവം വ്യത്യാസമാണ്. എന്നാൽ ചിലവർ എൻലൈറ്റഡ് ആയി കഴിയുമ്പം, അല്ലെങ്കിൽ ജസ്റ്റ് മെഡിറ്റേഷൻ ചെയ്ത് കുറച്ചെത്തുമ്പോൾ തന്നെ അവർക്ക് അവരുടെ സ്വഭാവങ്ങൾ വിട്ടുപോകി അവർക്കൊരു ഡിവൈൻ ക്വാളിറ്റീസ് വരുന്നത് പറയാൻ പറ്റും. അപ്പോൾ ആധ്യാത്മികത എന്ന് പറയുന്നതും നമ്മുടെ ജീവന്റെ അടിസ്ഥാനത്തെ ഞാൻ എന്താണെന്നുള്ളതിനുള്ള അർത്ഥത്തെ തേടി പോകുന്നൊരു യാത്രയാണ്. അപ്പം ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ ഇന്ദ്രിയ ശുദ്ധിയാണ്. ഇന്ദ്രിയങ്ങൾ എപ്പോഴും തന്നെ സൂര്യന്റെ അടിസ്ഥാന തത്വത്തിനെ എപ്പോഴും തന്ത്രശാസ്ത്രത്തിൽ കാണുന്നത് സൂര്യൻ എപ്പോഴും നാഗരാജാവായിട്ടാണ്. നാഗങ്ങൾ ഒരിക്കലും ഒരു മാന്ത്രികമല്ല. നാഗങ്ങൾ എപ്പോഴും ജീവന്റെ അടിസ്ഥാനമാണ്. പ്രാണന്റെ ശക്തിയാണ് നാം നാഗ എന്ന് വിളിക്കുന്നത്. സൂര്യനെ കാണുന്ന നാഗരാജാവായിട്ടും ചന്ദ്രനെ കാണുന്നത് നാഗയക്ഷിയമ്മയായിട്ടുമാണ്. ഈ ഭൂമി ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്നതിന് എപ്പോഴും ഇന്നത്തെ ആധുനിക പഠന ശാസ്ത്രം പോലും പറയുന്നുണ്ട്. അതിൻ്റെ മുമ്പ് യോഗികൾ തെളിയിച്ചിട്ടുണ്ട്. പല ലോകങ്ങളും ഇതേപോലെ ഉണ്ടായിരിക്കുന്ന പല ഭൂമികളും അതിപ്പോഴും നിലവിലുണ്ടും. പക്ഷെ അവിടെ ജീവിക്കാനുള്ള എല്ലാ അന്തരീക്ഷം ഉണ്ടെങ്കിൽ അവിടെ മനുഷ്യനുണ്ടോ എന്ന് ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ യോഗികൾ പറയും അതെന്നേ ഇല്ലാതായി എന്നുള്ളത്. ഒരു തരത്തിൽ ചന്ദ്രൻ ഈ ഭൂമിയായിട്ട് അധികം ബന്ധപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ കർമ്മങ്ങളും ഇല്ലാതായി നമുക്കും പലതും അതിൻ്റെ ഒരു അപ്പർ ഡയമെൻഷനിലേക്ക് പോകാൻ പറ്റും. ഇതേപോലെ തന്നെ ചന്ദ്രൻ നമ്മളിൽ സ്വാധീനമുള്ളത് കൊണ്ടാണ് നമുക്കൊരു ഗർഭപാത്രം അമ്മയുടെ സ്വീകരിച്ചതും നമ്മളിവിടെ വന്ന് കർമ്മത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്നതും. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു റിയലൈസേഷനിലേക്ക് പോകണമെങ്കിലും ചന്ദ്രൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ആവശ്യം. ഈ ജൂൺ 10-ാം തീയതി നടക്കുന്ന സർപ്പബലിയും ചന്ദ്രനായിരിക്കുന്ന നാഗയക്ഷിയമ്മയാണ് നമ്മൾ സർപ്പബലിയാൽ നമ്മുടെ ഊർജത്തെ അഴിവുള്ളതാക്കി തീർക്കാനും യോഗയുടെ എല്ലാ അടിസ്ഥാന മാർഗങ്ങളെയും നമ്മൾ താന്ത്രിക രീതിയിൽ തന്ത്രയോഗയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഊർജ പ്രവേശനം സൃഷ്ടിക്കാനും നോക്കുന്നത്. ഇതാണ് നാഗാരാധനയുടെ ഒരു സാധ്യത. നാഗത്തെ നാം ഈ രീതിയിലാണ് കാണുന്നത്. നമ്മുടെ പരിവർത്തനത്തിന് വേണ്ടി, ആത്മീയ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ചുവടുവെപ്പാണ്. പല വർഷിപ്പും കാണും. കൃഷ്ണൻ കാണും, ശിവൻ കാണും, ഹനുമാൻ കാണും, രാമൻ കാണും, സീത കാണും, രാധ കാണും. പക്ഷെ എല്ലാ വർഷിപ്പിനും അതിൻ്റെ ആയിട്ടുള്ള ഫ്രീക്വൻസിയും ഒരു കണക്ഷനും ഉണ്ട് നമ്മുടെ ജീവനായിട്ട്. പക്ഷെ ഒരാൾക്ക് ജീവന്റെ പരിവർത്തനത്തിലേക്ക് ഗ്രഹിച്ചും അവിടെ അലിഞ്ഞും ചേരണമെങ്കിൽ നമ്മൾ ആദ്യം ക്രമീകരിക്കേണ്ടത് നാഗാരാധനയിൽ. എന്തിനും നാഗമുണ്ട്, നാഗമില്ലാത്തതായിട്ടുള്ള ഒരു രീതിയുമില്ല. അതുകൊണ്ട് ആ ഒരു പരിവർത്തനത്തിലൂടെ നമ്മൾ യഥാർത്ഥ ഒരു ആത്മീയപരമായുള്ള ഒരു ഉണർവിലേക്ക് കടക്കുന്നുള്ളൂ. അവിടെ നാം അറിയുന്നുള്ളൂ. അതിന് ശുദ്ധീകരണത്തിന്റെ മാർഗമാണ് സർപ്പാരാധനയും. നമസ്കാരം.